പിന്നെ സർജറിക്കകത്ത് റിസ്ക് ഉണ്ടോ എന്ന് ചോദിക്കാം. ശരിക്കും ഈ സർജറി എന്ന് പറയുന്ന സാധനത്തിൽ വേണമെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിൽ ചെയ്യുമ്പോൾ ഒരു ഇൻഫെക്ഷന്റെ പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടല്ലോ അതിന്. ഉണ്ടല്ലോ സാറേ. മീൻസ് അതിനല്ലേ അതുകൊണ്ട് ആപ്പി ചാടി ആൾക്കാരുണ്ട്. അത് എന്റെ ജോലിയല്ലേ സാറേ, ടു മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് സേഫ് ആയിട്ട് വീട്ടിൽ പോവുക, അവർ ഉദ്ദേശിച്ച കാര്യം നടന്ന് വീട്ടിൽ പോവുക എന്നുള്ളതാണ് എന്റെ എക്സ്പെർട്ടൈസ് വരുന്ന അവിടെ അല്ലേ. സർജറിയുടെ റിസ്ക് ഉണ്ട്, ഒരുപാട് 1000 റിസ്ക് ഉണ്ട്. ഇപ്പൊ ആൾക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ടോ ഇങ്ങനെ ഡിമാൻഡ്? തീർച്ചയായിട്ടും ലീൻ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനല്ല, അത് വെയിറ്റ് ലോസിന് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന സംഭവം. വെയിറ്റ് റിഡക്ഷന് സർജറിയുടെ കാലം കഴിഞ്ഞു. നമ്മളിപ്പം വെയിറ്റ് റിഡക്ഷൻ അല്ല സൗന്ദര്യമായിട്ട് കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വെയിറ്റ് റിഡക്ഷൻ സർജറീസ് ആൻഡ് സൗന്ദര്യം കൂട്ടുന്ന സർജറീസ്. അതായത് എസ്തെറ്റിക് സർജറീസ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ബേറിയാട്രിക് സർജറി എന്ന് പറയുന്നത് അല്ല കോസ്മെറ്റിക് സർജറി. ഓക്കെ, അത് ഫങ്ഷണൽ സർജറി, നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള സർജറിയാണ്. അതിന് ശരിക്കും മെഡിക്കൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് 4.5 years ആയിട്ട് ഒരുപാട് മാറ്റമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.